ഹായ് ഫ്രണ്ട്സ്, ക്രോഷേ ബിഗിനേഴ്സ് കോഴ്സിൻ്റെ 9ാമത്തെ ലെസണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ലെസണിൽ ഡബിൾ ക്രോഷേ സ്റ്റിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഡബിൾ ക്രോഷേ സ്റ്റിച്ചിൻ്റെ ഷോർട്ട് ഫോം DC എന്നാണ്. അപ്പോൾ പാറ്റേൺസിലൊക്കെ DC കണ്ടാൽ അത് ഡബിൾ ക്രോഷേ ആണെന്ന് മനസ്സിലാക്കാം. ഡബിൾ ക്രോഷേ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു 15 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേനും നമ്മൾ ആദ്യം 1, 2, 3 4ാമത്തെ ചെയിനിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. നമ്മൾ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് പഠിച്ചപ്പോഴത്തേനും സിംഗിൾ ക്രോഷേ എങ്ങനെയാണ് ചെയ്തത്? സിംഗിൾ ക്രോഷേ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ 2ാമത്തെ ചെയിനിൽ നിന്ന്, അതായത് ഹുക്കിൽ നിന്നും 2ാമത്തെ ചെയിനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ നമ്മൾ ഡബിൾ ക്രോഷേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഹുക്കിൽ നിന്നും 1, 2, 3, 4 4ാമത്തെ ചെയിനിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഡബിൾ ക്രോഷേ ചെയ്യുമ്പോഴത്തേനും നമ്മൾ ആദ്യം യാൺ ഓവർ ചെയ്യണം. അപ്പം ഇങ്ങനെ യാൺ ഓവർ ചെയ്തിട്ട് നമ്മൾ 4ാമത്തെ സ്റ്റിച്ച് നോക്കണം. 1 ഇവിടം തൊട്ടാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. 1, 2, 3, 4 ഇതാണ് 4ാമത്തെ സ്റ്റിച്ച്. അപ്പോൾ യാൺ ഓവർ ചെയ്തിട്ട് 4ാമത്തെ സ്റ്റിച്ചിൻ്റെ ആദ്യത്തെ സ്റ്റാൻഡിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യണം. എന്നിട്ട് ഒന്നുകൂടെ യാൺ ഓവർ ചെയ്തിട്ട് ആദ്യത്തെ ലൂപ്പിലേക്ക് കയറ്റണം. അപ്പം നമ്മുടെ ഹുക്കിനകത്ത് 3 ലൂപ്പ് വരും. 1, 2, 3 ലൂപ്പ് ഉണ്ടാവും. എന്നിട്ട് ഇനി ചെയ്യേണ്ടത് ഒന്നുകൂടെ യാൺ ഓവർ ചെയ്ത് ആദ്യത്തെ 2 ലൂപ്പിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യുക. പിന്നെ ഇവിടെ 2 ലൂപ്പ് ഉണ്ടാവും. ആ 2 ലൂപ്പിലേക്ക് ഒന്നുകൂടെ ഇൻസേർട്ട് ചെയ്യുക. ഇതാണ് നമ്മൾ ഡബിൾ ക്രോഷേ എന്ന് പറയുന്നത്. ഒന്നുകൂടെ കാണിച്ചു തരാം. ഇനി ചെയ്യേണ്ടത് നമ്മൾ അടുത്ത ചെയിൻ എന്ന് പറയുന്നത് ഇതാ. അടുത്ത ചെയിനിലാണ് ഇനി ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാണ്? ആദ്യം യാൺ ഓവർ ചെയ്യുക. യാൺ ഓവർ ചെയ്തു. എന്നിട്ട് അടുത്ത ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഹുക്ക് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിങ്ങനെ 3 എണ്ണം വരും. എന്നിട്ട് ഒന്ന് യാൺ ഓവർ ചെയ്യുക. ആദ്യത്തെ ആ ചെയിനിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. അപ്പം നമ്മുടെ ഹുക്കിൽ 3 ലൂപ്പ് ഉണ്ടാവും. 1, 2, 3 ലൂപ്പ് ഉണ്ടാകും. എന്നിട്ട് യാൺ ഓവർ ഒന്നുകൂടെ ചെയ്തിട്ട് ആദ്യത്തെ ഈ 2 ലൂപ്പിൽ കൂടി ഇറക്കുക. അപ്പോൾ പിന്നെ നമ്മുടെ ഇതിനകത്ത് 2 ലൂപ്പ് ഉണ്ടാവും ഹുക്കിൽ. ഒന്നുകൂടെ യാൺ ഓവർ ചെയ്ത് ആ 2 ലൂപ്പിലേക്ക് ഇറക്കുക. ഇതാണ് നമ്മുടെ ഡബിൾ ക്രോഷേ എന്ന് പറയുന്നത്. ഡബിൾ ക്രോഷേ എന്ന് പറയുമ്പം സിംഗിൾ ക്രോഷയുടെ 2 മടങ്ങ് വലുതായിരിക്കും ഡബിൾ ക്രോഷേ എന്ന് പറയുന്നത്. ഒന്നുകൂടെ യാൺ ഓവർ ചെയ്യുക, ചെയിനിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ഒന്നുകൂടെ യാൺ ഓവർ ചെയ്ത് ആ ചെയിനിലേക്ക് ഇറക്കുക. അപ്പം 3 ലൂപ്പ് ഉണ്ടാകും. എന്നിട്ട് യാൺ ഓവർ ചെയ്ത് ആദ്യത്തെ 2 ലൂപ്പിലേക്ക് ഇറക്കുക. അതിനുശേഷം പിന്നെ 2 ലൂപ്പിലേക്ക് യാൺ ഓവർ ചെയ്ത് ഇറക്കുക. അതാണ് ഡബിൾ ക്രോഷേ എന്ന് പറയുന്നത്. യാൺ ഓവർ, അടുത്ത ചെയിൻ എടുക്കുക, ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് അതിനുള്ളിലേക്ക് ചെയിനിലേക്ക് കിടത്തുക. അപ്പോൾ നമുക്ക് 3 ലൂപ്പ് ഉണ്ടാകും. എന്നിട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് ഈ 2 ലൂപ്പിലേക്കും ഇങ്ങനെ ഇറക്കുക. പിന്നെ ഒന്നുകൂടെ യാൺ ഓവർ ചെയ്തിട്ട് 2 ലൂപ്പിലേക്ക് ഇറക്കുക. ഇതാണ് നമ്മുടെ ഡബിൾ ക്രോഷേ എന്ന് പറയുന്നത്. കണ്ടോ? ഇനി ഇത് ഇവിടെ വരെ ചെയ്യാം. ഇവിടെ വരെ ചെയ്തിട്ട് കാണിക്കാം. ഇപ്പം ഞാൻ ഇവിടെ വരെ ചെയ്തിട്ടുണ്ട്. ഇനിയും ലാസ്റ്റ് സ്റ്റിച്ചും കൂടി ഉണ്ട്. അപ്പം ലാസ്റ്റ് സ്റ്റിച്ചും കൂടെ ചെയ്യാം. യാൺ ഓവർ ചെയ്യുക, സ്റ്റിച്ചിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഒന്നുകൂടെ യാൺ ഓവർ ചെയ്ത് ആ ചെയിനിലേക്ക് ഇറക്കുക. അപ്പോൾ 3 ലൂപ്പ് ഉണ്ടാകും. ആദ്യത്തെ 2 ലൂപ്പിലേക്ക് യാൺ ഓവർ ചെയ്തിട്ട് ഇറക്കുക. അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ യാൺ ഓവർ ചെയ്ത് അടുത്ത ലൂപ്പിലേക്ക് ഇറക്കുക. ഇതാണ് നമ്മുടെ ഡബിൾ ക്രോഷേ സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഒരു റോയും കൂടെ ഞാൻ ചെയ്ത് കാണിക്കാം. ഇനിയിപ്പം നമ്മൾ അടുത്ത റോ ചെയ്യാൻ വേണ്ടി ഡബിൾ ക്രോഷേ ആകുമ്പം ഒരു 3 ചെയിൻ ഇടുക. സിംഗിൾ ക്രോഷേ ചെയ്തപ്പോൾ നമ്മൾ ഒരു ചെയിനല്ലേ ഇട്ടേ. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ 3 ചെയിനാണ് ഇത് തിരിക്കുന്നതിന് മുമ്പ് ഇടുന്നത്. ടേൺ ചെയ്യുന്നതിന് മുമ്പ് 3 ചെയിനാണ് ഇടുന്നത്. 3 ചെയിൻ ചെയ്തു. എന്നിട്ട് ഇങ്ങനെ തിരിച്ചു പിടിക്കുക. അതായത് 3 ചെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ചു പിടിക്കുക. തിരിച്ചു പിടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഈ 2 സ്റ്റാൻഡിൽ കൂടിയായിരിക്കും ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ചെയ്ത് ഈ ഡബിൾ ക്രോഷേ സ്റ്റിച്ച് വഴിയാണ് നമ്മൾ ഇനിയും ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 സ്റ്റാൻഡ് വഴിയാണ് ഇനിയും ചെയ്യുന്നത്. ഈ ഇട്ട 3 ചെയിനില്ലേ, അത് നമ്മളൊരു ഡബിൾ ക്രോഷേ ആയിട്ട് കൂട്ടും. അതുകൊണ്ട് തന്നെ ഈ ചെയിനിൽ നമ്മൾ ചെയ്യില്ല. അടുത്ത ഡബിൾ ക്രോഷേ സ്റ്റിച്ച് തൊട്ടാണ് ചെയ്യുന്നത്. ഇത് 1, 2, 3 ഇത് കണ്ടില്ലേ, ഇത് ചെയിനല്ലേ ഇട്ടേ. അപ്പോൾ ഈ ഒരു 1, 2, 3 ചെയിനാണ് ഇതെന്ന് പറയുന്നത്. ഈ ചെയിനെ നമ്മളൊരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ആയിട്ടാണ് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത ഈ റോ സ്റ്റാർട്ട് ചെയ്യുമ്പം അടുത്ത ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്താൽ നോക്കുക. അതായത് അത്
മനസ്സിലാക്കാൻ വേണ്ടി ഇത് ഒരു സ്റ്റിച്ച്, ഇത് രണ്ടാമത്തെ സ്റ്റിച്ച്, ഇത് 3 താഴെ ചെയ്ത സ്റ്റിച്ചുകളില്ലേ അത് നോക്കിയാൽ മതി. അപ്പം നമ്മൾ ഇതാണ് ആദ്യത്തെ താഴത്തെ സ്റ്റിച്ച്. അപ്പോൾ അതിൻ്റെ തൊട്ട് മേളിലത്തെയാണ് ഈ ചെയിൻ. അപ്പോൾ നമ്മൾ ഈ ചെയിൻ ഒരു ഡബിൾ ക്രോഷേ ആയിട്ട് കൂട്ടും. അപ്പോൾ അടുത്ത സ്റ്റിച്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ മേളിലത്തേത്. അപ്പോൾ ഈ സ്റ്റിച്ചിലാണ് നമ്മളിനി ചെയ്യേണ്ടത്. യാൺ ഓവർ ചെയ്യുക, ഈ സ്റ്റിച്ചിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. അതപ്പം 2 ലൂപ്പ് ഉണ്ടാവും, 2 സ്റ്റാൻഡ് ഉണ്ടാവും. എന്നിട്ട് അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ 3 ലൂപ്പ് ഉണ്ടാവും. ആദ്യത്തെ 2 ചെയ്യുക, പിന്നെ 2 ചെയ്യുക. അങ്ങനെ ഇവിടെ വരെ കണ്ടിന്യൂ ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. ഇങ്ങനെയാണ് രണ്ടാമത്തെ റോ പോകുന്നത്. അത് ഞാൻ ഇവിടെ വരെ ചെയ്തിട്ട് കാണിക്കാം. ഇത് ഞാൻ ഇവിടെ വരെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റിച്ചും കൂടിയുണ്ട്, ആ സ്റ്റിച്ചും കൂടി ചെയ്യാം. ഇവിടെ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ലാസ്റ്റ് സ്റ്റിച്ച് വരെ ചെയ്തു, അതിന് ശേഷം ഈ കാണുന്നത് നമ്മൾ ചെയിനാണ്. അതായത് നമ്മൾ ആദ്യം വിട്ട ആ 4 ചെയിനില്ലേ, ആ 4 ചെയിനാണ് ഇതെന്ന് പറയുന്നത്. അപ്പം അവിടെയും കൂടി നമ്മൾ ഡബിൾ ക്രോഷേ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം നമുക്ക് അത് ശ്രദ്ധിക്കണം, അവിടെ കൂടി ചെയ്യണം. ഇവിടെ ഇതിനകത്തുകൂടി ഡബിൾ ക്രോഷേ ചെയ്യണം. ഈ 4ാമത്തേതിൽ കൂടി അപ്പം അതുകൂടെ ചെയ്യണം. അപ്പം കണ്ടോ, ഇത് അടുത്ത സ്റ്റിച്ച് ഇത്, അങ്ങനെ ഇപ്പം നമുക്ക് കറക്റ്റായിട്ട് എല്ലാ സ്റ്റിച്ചും ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റിച്ച് ലാസ്റ്റത്തെ ഈ ചെയിനിൻ്റെ സ്റ്റിച്ചിൽ കൂടി നമ്മൾ ഡബിൾ ക്രോഷേ ചെയ്യാനായിട്ട് എപ്പോഴും ഓർക്കണം. ഇതാണ് ഡബിൾ ക്രോഷേ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഡബിൾ ക്രോഷേ സ്റ്റിച്ച് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട്, അടുത്ത ലെസണുമായിട്ട് കാണാം. ബൈ.